വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, ഐ നോ ഐ ലുക്ക് വെരി ടയേർഡ്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അടുപ്പിച്ച് ട്രാവലിംഗ് ആയിരുന്നു. പിന്നെ ഇന്നലെ എങ്ങൊന്നും ഇല്ലാത്ത പോലെ ഞാൻ ഒരു സീരീസ് ഇരുന്ന് കാണുമായിരുന്നു. അത് കണ്ടു തീർത്തിട്ടേ ഉറങ്ങത്തുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു. അപ്പൊ അതെല്ലാം കൊണ്ടും എന്റെ ഫേസിൽ ഇപ്പൊ കാണാനുണ്ട്. ഐ ലുക്ക് വെരി ടയേർഡ്. എനിവേസ്, അതൊക്കെ നമുക്കങ്ങ് ഇഗ്നോർ ചെയ്യാം. കാരണം ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ, കുറച്ചധികം നാളായിട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ കുറെ നാളായിട്ടോ ഈ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണം വന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, എന്താണ് ഇതിനൊരു രാശിയില്ലേ? എനിവേസ്, ഐ തോട്ട് ഇന്ന് ഏതായാലും വേറെ എല്ലാ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. കാരണം ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരുപാട് പേർക്കും യൂസ്ഫുൾ ആവാൻ പോകുന്ന വീഡിയോ ആണ്. കാരണം ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ്. ഐ എം പ്രിറ്റി ഷുവർ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. പ്രോഡക്റ്റ് ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിലും ഇട്ടിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ എനിക്ക് ഈ ബേബി ഹെയർ ഒരുപാടുണ്ട്, ആസ് യു കുഡ് ഓൾറെഡി സീ. അപ്പം അതിനെ ടേം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ എന്ന്. അപ്പം കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ വെരി മച്ച്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും റെസ്പോൺസ് കിട്ടുമെന്ന്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ സജഷൻസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഡെഫിനറ്റ്ലി ഗിവ് ദോസ് പ്രോഡക്ട്സ് എ ട്രൈ. കുറച്ച് പ്രോഡക്ട്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ആമസോൺ ഹാളിൽ അത് ഇൻക്ലൂഡ് ചെയ്യാത്തതിന്റെ കാരണം ഇതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. കുറേയൊക്കെ ഞാൻ ഉപയോഗിച്ചും തുടങ്ങി. ബട്ട് ദേ ആർ ഓൾ വെരി യൂസ്ഫുൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഇനി ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യമേ തന്നെ യു കുഡ് ഓൾറെഡി സി ഐ ഹാവ് എ പിമ്പിൾ സിറ്റുവേഷൻ ഹിയർ ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് ടൈം ഓഫ് ദ മന്ത്. അപ്പോൾ എനിക്ക് എല്ലാ മാസവും വരുന്നതാണ്. അപ്പോൾ എനിക്ക് ലിറ്ററലി ലൈഫ് സേവിയർ ആയിട്ട് വരുന്ന ഒരു സാധനം ഉണ്ട്, പിമ്പിൾ പാച്ചസ്. ഞാൻ കഴിഞ്ഞ ജൂലൈ വരെയും, അതായത് ഈ കഴിഞ്ഞ ജൂലൈ, അപ്പോൾ 4 മാസമായിട്ടാണ് പിമ്പിൾ പാച്ചസ് എന്നൊരു സംഭവം തന്നെ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അതിന് മുന്നേ എനിക്ക് അറിയാമായിരുന്നു മാർക്കറ്റിൽ പിമ്പിൾ പാച്ചസ് അവൈലബിൾ ആണ്. ബട്ട് ദെൻ ഐ നെവർ യൂസ്ഡ്. ഇത് കോസാറക്സിന്റെ ആണ്. ഇറ്റ്സ് സ്ലൈറ്റ്ലി ടുവേർഡ്സ് ദ എക്സ്പെൻസീവ് സൈഡ് ബട്ട് വർത്ത് ദ ഇൻവെസ്റ്റ്മെന്റ്. കാരണം എൻ്റെത് നല്ല സെൻസിറ്റീവ്, സൂപ്പർ സെൻസിറ്റീവ് സ്കിന്നാണ്. എല്ലാ പ്രോഡക്ട്സ് അങ്ങനെ ഇട്ട് വർക്ക് ആവില്ല എൻ്റെ സ്കിന്നിൽ. അപ്പം തന്നെ റിയാക്ഷൻ വരും. അപ്പൊ എസ്പെഷ്യലി പിമ്പിൾ പാച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ട്ലി പിമ്പിളിന്റെ മുകളിലോട്ട് എടുത്ത് ഒട്ടിക്കുകയല്ലേ. അപ്പം എന്തെങ്കിലും റിയാക്ഷൻ വന്നാലോ എന്ന് എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പിമ്പിൾ പാച്ചസിൽ നിന്നും ദൂരെ മാറി നിന്നത്. പക്ഷെ ഇത് ഏതായാലും ഐ തോട്ട് ഓഫ് ഗിവിംഗ് ഇറ്റ് എ ട്രൈ. കാരണം കോസാറക്സ് ഇസ് എ കൊറിയൻ ബ്രാൻഡ്. ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് ഈ ബ്രാൻഡിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, അറ്റ്ലീസ്റ്റ് വായിച്ചിട്ടുള്ളതും. സോ അങ്ങനെ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് ഞാൻ മേടിച്ചതാണ്. ബട്ട് ഇറ്റ് വർക്ക്സ് ലൈക്ക് മാജിക്. എനിക്ക് മാജിക് ആയിട്ട് വർക്ക് ചെയ്ത ഒരു പിമ്പിൾ പാച്ച് ആണിത്. ഇത് ഓവർനൈറ്റ് നിങ്ങളുടെ പിമ്പിൾസ് കളയുന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് പെട്ടെന്ന് തന്നെ മാറ്റുകയും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റെഡ് പിമ്പിൾസിലൊക്കെ നല്ലപോലെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട് ഈ ഒരെണ്ണം. ഇത് 24 പാച്ചസ് ആണ് ഒരെണ്ണത്തിൽ, ഒരു പാക്കറ്റിൽ വരുന്നത്. അതുപോലെ 3 പാക്കറ്റ് വരുന്ന ഒരു സെറ്റ് ആയിട്ടാണ് ആമസോൺ വരുന്നത്. സോ ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. ഓക്കെ, ഓണസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ബ്രാൻഡ് ആണെന്നുള്ളത് ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ. കാരണം ഞാൻ ഡെയിലി ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുമ്പോൾ ഒരു റീലെങ്കിലും കാണാറുണ്ട് സൺസ്ക്രീൻ. ചിലർ പറയും നല്ലതാണ്, ചിലർ പറയും അത് യൂസ് ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എനിക്ക് അറിയില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ ഹാസ് വർക്ക് റിയലി വെൽ ഫോർ മീ. അറ്റ്ലീസ്റ്റ് എൻ്റെ സ്കിൻ ഒരുപാട് ബെറ്റർ ആയത് സൺസ്ക്രീൻ യൂസ് ചെയ്തേ പിന്നെയാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് അറിയില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് 2013 to 2019. ആ ഒരു സമയം വരെയും എനിക്ക് സൺസ്ക്രീൻ എന്താണെന്ന് സത്യത്തിൽ അറിയില്ലായിരുന്നു. ഞാൻ യൂസ് ചെയ്യണ്ടായിരുന്നില്ല. ടുവേർഡ്സ് ആ ഒരു ഫൈനൽ ഇയർ, ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസും റീൽസും ഒക്കെ കണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ സാധനത്തിനെ പറ്റി അറിവ് കിട്ടിയത്. അന്ന് മുതൽ ഞാൻ റെഗുലർലി യൂസ് ചെയ്യാറുണ്ട്. ഒരു പരിധി വരെ ടാനിൽ നിന്നും, അല്ലെങ്കിൽ എന്താ പറയാ, ടാൻ ആവുന്നതിൽ നിന്നും രക്ഷിച്ചത് സൺസ്ക്രീൻ തന്നെയാണ്. അപ്പൊ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ ഈ ഒരു റേഡിയൻസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ് വിത്ത് വാട്ടർമെലൻ ആൻഡ് നയസിനമൈഡ്. എനിക്ക് ഇത് ഇടുമ്പോൾ ഉള്ളൊരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡ്യൂയി, ആസ് ദേ സജസ്റ്റ്, ഡ്യൂയി ഫിനിഷ് ആണ് എൻ്റെ സ്കിന്നിന് വരുന്നത്. എനിക്ക് ഓൾറെഡി ഓയിലി സെൻസിറ്റീവ് സ്കിൻ ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ചും കൂടെ ഓയിലി ആവാത്ത, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിനെ അങ്ങനെ ആക്കാത്ത ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് ആണ് ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദെം. വേറെ ഒരുപാട് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് എണ്ണം, ഇതൊക്കെ എൻ്റെ എംറ്റീസ് ആണ്, പ്രോഡക്റ്റ് എംറ്റീസ് ആണ്. ഇനിയുണ്ട്, പക്ഷെ അതെവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ എനിവേസ്, ഇതാണ്, ദിസ് ഇസ് മൈ ഫേവറേറ്റ്. നിങ്ങളും നിങ്ങളുടെ തോട്ട്സ് കമന്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. അതായത് നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ബ്രാൻഡിന്റെ ആണ് എനിക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ലെറ്റ് മീ നോ ദാറ്റ്. സൺസ്ക്രീനിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എന്റെ സ്കിന്നിന് ഒരുപാട് മാറ്റം പോസിറ്റീവ്ലി കൊണ്ടുവന്ന മറ്റൊരു സാധനമാണ് ക്ലെൻസിങ് ബാം. നിങ്ങൾ എന്റെ മുന്നത്തെ AM/PM സ്കിൻ കെയർ റൂട്ടീൻ ഐ തിങ്ക് കുറച്ച് മാസങ്ങൾ മുന്നേ ഞാൻ ഇട്ടൊരു വീഡിയോ ആണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഡു ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ അന്ന് ഞാൻ പറയുന്നുണ്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ മൈസലർ വാട്ടർ അല്ലെങ്കിൽ ഫേസ് വാഷ്, നോർമൽ ഫേസ് വാഷ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യും എന്നുള്ളത്. ബട്ട് ദെൻ ഓവർ ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിലും അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണല്ലേ. സത്യം പറയല, അത് കഴുകിക്കളയാൻ നല്ലതാണ് മുഖത്തിന് വെളിച്ചെണ്ണ, പക്ഷെ അത് കഴുകിക്കളയണം, നല്ലോണം കഴുകിക്കളയണം, അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആയിട്ട് മുഖക്കുരു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് വളരെ ഹാൻഡി ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ക്ലെൻസിങ് ബാം. ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ ക്ലെൻസിങ് ബാം ആണ്. വേറെ ഒരുപാട് മാർക്കറ്റിൽ വേറെ ഒരുപാട് ബ്രാൻഡ്സിന്റെ അവൈലബിൾ ആണ്. ബട്ട് ദിസ് വൺ വർക്ക്സ് മാജിക് ഫോർ മീ. കാരണം എന്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ക്ലെൻസിങ് ബാം ഒക്കെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. മുഖക്കുരു വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഒരു ബാമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ഈ വിക്സ് ഒക്കെ ഇല്ലേ അതേപോലത്തെ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. മുഖത്ത് തേക്കുമ്പം എക്സാക്ട്ലി നമ്മുടെ കോക്കനട്ട് ഓയിൽ തേക്കുന്ന പോലെ തന്നെ ഇരിക്കും. അതേ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ലൈക്ക് ഇറ്റ് ബ്രേക്സ് ഡൗൺ ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് ബ്രേക്സ് ഡൗൺ മേക്കപ്പ് സോ ബ്യൂട്ടിഫുള്ളി. പിന്നെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളം വെച്ചോ നിങ്ങൾക്ക് കഴുകിക്കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ഇടണം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കോട്ടൺ പാഡോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് കംസ് ഇൻ വെരി വെരി ഹാൻഡി. കുഞ്ഞിലേ തൊട്ടേ ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിന്റെ കൂടെ അമ്മ എനിക്ക് പൊട്ട് വെച്ച് തരാറുണ്ട്. അപ്പൊ അതങ്ങോട്ട് ശീലമായി പോയി. അപ്പൊ ഇഫ് യു ആർ എ റെഗുലർ വ്യൂർ ഓഫ് മൈ ചാനൽ യു വുഡ് ഹാവ് ഓൾറെഡി നോട്ടിസ്ഡ് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ പൊട്ട് വെക്കാറുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ സ്റ്റിക്കർ ബിന്ദിയാണ്. ഈ സ്റ്റിക്കർ ബിന്ദി തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വാമ എന്ന ബ്രാൻഡിന്റെ ആണ്. വാട്ട് ഐ റിയലി ലവ്ഡ് അബൌട്ട് ദിസ് ഇസ് ദാറ്റ് ഇതൊരു ബുക്കായിട്ടാണ് വരുന്നത്. ഈ സ്റ്റിക്കർ ബിന്ദി ബുക്കാണ്. റൗണ്ട് ബിന്ദീസ് ആണ്, ഗോപി പൊട്ടില്ല, റൗണ്ട് ആയിട്ടുള്ള പൊട്ടാണ്. ഇത് പല സൈസില്, ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ, പല സൈസിൽ പല കളേഴ്സിൽ ബിന്ദീസ് അവൈലബിൾ ആണ്. അപ്പൊ എന്റെ കൂട്ട് എന്നും പൊട്ട് കുത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പൊട്ട് വേണം. കുർത്ത സെറ്റ് ആയാലും ഈ പറഞ്ഞില്ല വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ ഓൺ എ ഡെയിലി ബേസിസ് ഇന്ത്യൻ വെയർ ആണ് ഞാൻ ഇടാൻ പ്രിഫർ ചെയ്യുന്നത്. സോ എന്നെ പോലുള്ളവർക്ക് ദിസ് വൺ കംസ് ഇൻ വെരി വെരി ഹാൻഡി. നിങ്ങൾക്ക് ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ബുക്കാണ്. പ്രോപ്പർ സ്പൈറൽ ബൈൻഡ് ഒക്കെ ചെയ്തൊരു ബുക്കാണ്. ഐ റിയലി ലവ് ദിസ്. ഞാൻ കുറച്ചധികം നാളായി ഈ ഒരു ബ്രാൻഡിന്റെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇത് ആക്ച്വലി എന്റെ രണ്ടാമത്തെ ബുക്കാണ്. ആദ്യത്തേത് തീർന്നുപോയി, അങ്ങനെയാണ് ഇത് രണ്ടാമത്തെ. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗുമാണ്. അടുത്തതും ഒരു സെറ്റ് ഓഫ് പൊട്ട് തന്നെയാണ്, പക്ഷെ പൊട്ട് ബുക്കൊന്നും അല്ല. ഈ സ്റ്റോൺ ബിന്ദി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. സ്റ്റോൺ ബിന്ദിയില്ലേ നമ്മൾ യൂഷ്വലി ഷോപ്സിൽ കണ്ടുവരുന്നതാണ്. ഇതും ജിത്തിക്ക, വാമയുടെ അല്ല, ജിത്തിക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെയാണ്. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് ഓൾസോ എ മസ്റ്റ് ഹാവ്. കാരണം ഇതൊക്കെ മസ്റ്റ് ഹാവ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം നിങ്ങൾ എത്നിക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടുമ്പോൾ ഒരു ബിന്ദി ഒരു പൊട്ട് വെച്ചില്ലെങ്കിൽ അതിന് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ലുക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. സോ വൺ ഷുഡ് ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ഇൻ ദിസ് വൺ. ഈ ഒരു സ്റ്റോൺ ബിന്ദിയിലും അതെ, അതേപോലെ തന്നെ മറ്റേ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കളർ ബിന്ദി അതെ, അതൊന്ന് കയ്യിലിരിക്കുന്നത്, ഇത് രണ്ടും കയ്യിലിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഡെയിലി യൂസിന് നമ്മൾ ആരും ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഹെവി ആയിട്ടുള്ള കമ്മലൊന്നും യൂസ് ചെയ്യാറില്ല അല്ലെ. അറ്റ്ലീസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. കാരണം ഒബ്വിയസ്ലി ഫുൾ ഡേ ഇരിക്കണം. അപ്പൊ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സെറ്റ് ഓഫ് ഒന്നല്ല 20 സെറ്റ് ഓഫ് ഇയറിംഗ്സ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ 20 സെറ്റ്സ് വരുന്നത് വെറും 399 രൂപയ്ക്കാണ്. ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ദ ഡീൽ. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കമ്മലാണ്. ഞാനും ഇപ്പൊ യൂസ് ചെയ്ത്, ഞാൻ അടുക്കി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഞാനിപ്പോ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ആൻഡ് ടു ബി ഓണസ്റ്റ് അധികം വെള്ളമൊന്നും നനയ്ക്കാതിരുന്ന ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു റോസ് ഗോൾഡ് ഫിനിഷിലാണ് എല്ലാം വരുന്നത്. ചിലത് ഗോൾഡ് ആണ്, ചിലത് റോസ് ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത്. ഇറ്റ് ലുക്സ് വെരി ക്ലാസി, വെരി ഷീക്ക്. നിങ്ങൾക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെയും എത്നിക് ഔട്ട്ഫിറ്റ്സിന്റെ കൂടെയും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഇയറിംഗ്സ് ആണ്. മോസ്റ്റ്ലി സ്റ്റഡ്സ് ആൻഡ് ചെറിയ ഡ്രോപ്സ് വരുന്ന ഇയറിംഗ്സ് ആണ്. അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഇയറിംഗ്സ് അല്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാഷ്വൽ ആയിട്ട് ഔട്ടിങ്സ് ആയിക്കോട്ടെ, ഫോർമൽ മീറ്റിംഗ്സ് ആയിക്കോട്ടെ, ഒക്കെ നിങ്ങൾക്ക് നല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു സെറ്റ് ഓഫ് ഇയറിംഗ്സ് ആണ്. 20 സെറ്റ് ഓഫ് ഇയറിംഗ്സ് ആണ്. ഞാൻ റീസെന്റ് മേടിച്ച ഒരു സാധനമാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ മസ്റ്റ് ഹാവ് ടു. കാരണം നിങ്ങളും എന്നെ പോലെ കാജൽ, ഡെയിലി ബേസിസിൽ കാജലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് ദിസ് പെൻ എ ട്രൈ. യെസ്, യു ഹേർഡ് മി റൈറ്റ്. ഇതൊരു പേനയാണ്. റെനെ കോസ്മെറ്റിക്സിന്റെ 4-in-1 കാജൽ പെന്നാണ്. ഇതിൽ 4 ഷെയ്ഡ്സ് ഓഫ് കാജലാണ് വരുന്നത്. ഒന്നൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്രൗൺ, ബ്ലാക്ക്,
ആൻഡ് ഗ്രീൻ ഷെയ്ഡിലും വരുന്നുണ്ട്. എൻ്റെ എക്സാക്ട് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളത് എൻ്റെ ട്രൈ ഓൺ വീഡിയോയിൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് യു കുഡ് ഓൾറെഡി സീ അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആയിട്ടാണ് ഇരിക്കുന്നതും. എനിക്ക് കണ്ണിൽ ഞാനിപ്പോൾ അടിയിൽ ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. സോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതില് ആ ഒരു ബോക്സിന്റെ കൂടെ തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് റഫായിട്ട് യൂസ് ചെയ്യരുത്. റഫായിട്ട് യൂസ് ചെയ്താൽ ഇതിന്റെ നിബ് ചിലപ്പോൾ ഒടിഞ്ഞു പോകും. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ യൂസിങ് ദിസ്. അങ്ങനെ ആണെങ്കിൽ ഇത് നല്ല അടിപൊളി ഡീലാണ്. 437 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ദ പ്രൈസ്. നമുക്ക് ഇത്രയും ഷെയ്ഡ്സ് കിട്ടുന്നത് ഇറ്റ്സ് totally worth the price. ഓക്കെ, ഐ നോ നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ടേ ഈ വള ശ്രദ്ധിക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ നോക്കിക്കോളൂ. ഇത് സെറ്റ് ഓഫ് 40 ബാംഗിൾസ് ആണ്. ഒരു കയ്യിൽ 20 ബാംഗിൾസ്, മറ്റേത് 20, 20+20 40 ബാംഗിൾസ് വരുന്ന ഒരു സെറ്റ് ആണ്. ഇത് സിൽവർ പ്ലേറ്റഡ്. ഈ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന വള കയ്യിലിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ എത്നിക് ഔട്ട്ഫിറ്റ്സ്, അത് ഏതൊരു ഷെയ്ഡ് ഓഫ് ഔട്ട്ഫിറ്റും ആയിക്കോട്ടെ, കുറച്ച് ബ്രൈറ്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ പേസ്റ്റൽ ഷെയ്ഡ് ആയിക്കോട്ടെ, എന്തിന്റെ കൂടെ പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ആയി പോകുന്ന ഒരു കളർ അല്ലെങ്കിൽ ആ ഒരു സിൽവർ ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ദ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ മേടിച്ചിരിക്കുന്നത് 2.4 സൈസ് ഡയമീറ്റർ മെഷർ ചെയ്തിട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വള ഡയമീറ്റർ മെഷർ ചെയ്തിട്ട് മേടിച്ചാൽ മതിയാവും. ആൻഡ് വെള്ളം ഒന്നും നനയ്ക്കാതിരുന്നാൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി പ്രിറ്റി ലോങ് ലാസ്റ്റിക്. ആൻഡ് ഇത് ഞാൻ മേടിക്കുമ്പോഴുള്ള വില വന്നിട്ട് 350 രൂപയാണ്. ആൻഡ് 350 റുപ്പീസിന് ഐ തിങ്ക് 40 ബാംഗിൾസ് കിട്ടുന്നത് ഇറ്റ്സ് ടോട്ടൽ സ്റ്റീൽ. അതും ഇത്ര നല്ല ക്വാളിറ്റി. ഈ ഒരു ഫീൽഡിൽ വന്നേ പിന്നെയാണ് ഞാൻ ഈ ആക്സസറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ എന്ത് ഭംഗിയുള്ള ഔട്ട്ഫിറ്റ് ഇട്ടിട്ടും കാര്യമില്ല, അതിനെ പ്രോപ്പർലി സ്റ്റൈൽ ചെയ്താലേ അതിൻ്റെ ഒരു ഭംഗി എടുത്ത് നിൽക്കത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഇപ്പോൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒക്കെ കൂടെ ഈ പറഞ്ഞ പോലെ ഇത്രയും ബാംഗിൾസ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ വളരെ ഹാൻഡി ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ബാംഗിൾ. ഇത് ബാംഗിൾ എന്നോ ബ്രേസ്ലെറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, ബട്ട് ഇറ്റ്സ് സ്റ്റേർഡി. ബാംഗിൾ പോലെ തന്നെ അത്യാവശ്യം കട്ടിയുള്ള ഒരു സാധനമാണ്. ഇനി ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാം. ഒന്ന്, യു ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ് ആസ് ഒരു സിംഗിൾ ബാംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഇപ്പൊ ഷർട്ടിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ചസിന്റെ കൂടെയും പെയർ ചെയ്യാം. എനിക്ക് അങ്ങനെ പെയർ ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ്. ലൈക്ക് വാച്ച് വിത്ത് എ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ വാച്ചിന്റെ ഒക്കെ കൂടെ നല്ല സ്ലീക്ക് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ്, ഒരു ബാംഗിൾ ആണിത്. ആൻഡ് ഐ തിങ്ക് ദിസ് വൺസ് ഓൾസോ എ മസ്റ്റ് ഹാവ്. ഐ നോ വി ഓൾ ഹാവ് ആ ബാഡ് ഡേയ്സ് അല്ലേ? അത് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന ദിവസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് വിഷമം വരുന്ന ദിവസങ്ങളിൽ what I usually do or how I cope with that is that ഞാൻ എഴുതും. എനിക്ക് എന്തിനാണ് എനിക്ക് വിഷമം വരുന്നത്, എൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഐ ജസ്റ്റ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ അതിന് യൂഷ്വലി നമ്മളൊരു റാൻഡം ഡയറിയോ, എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ട്. അതിൽ വാട്ട് ഐ ഡു ഇസ് എനിക്ക് വിഷമം വരുന്നത് എഴുതാറുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് എന്ത് കാര്യം, ഒരു 5 കാര്യങ്ങളായിരിക്കും, 5-10 കാര്യങ്ങളായിരിക്കും. അതൊന്ന് എഴുതി നോക്കും. എഴുതിയിട്ട് അതൊന്ന് വായിക്കുമ്പോൾ എനിക്കൊരു കുറച്ച് മനസ്സമാധാനം എനിക്ക് കിട്ടാറുണ്ട്. സോ നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് ദിസ് എ ട്രൈ. അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കം ഡെയിലി പ്ലാനർ ആണ്. ബേസിക്കലി ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ, വൺ സൈഡ് ഓഫ് ദ ബുക്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആണ്. ലൈക്ക് 5 തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. നിങ്ങൾക്ക് അഫർമേഷൻസ്, ഗോൾസ്, അതൊക്കെ നിങ്ങൾക്ക് ഒരു സൈഡിൽ എഴുതാൻ പറ്റും. പിന്നെ മറ്റേ സൈഡിൽ ബേസിക്കലി ഒരു പ്ലാനർ ആണ്. നിങ്ങൾക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ടൈം വെച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് എഴുതി വെക്കാം. അങ്ങനെ എഴുതി വെച്ചിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് ദിസ് വൺ. ഇനി അല്ല, എന്നെ പോലൊരു മെസ്സി ആയിട്ടുള്ള ആളാണെങ്കിലും യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് ദിസ് വൺ. കാരണം കുറച്ചുകൂടെ ലൈഫിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ പ്ലാനിങ് എഴുതി വെക്കുന്നത് എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. ബട്ട് ദിസ് വൺസ് I really loved it. And finally, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഒരു ഓവർ സൈസ്ഡ് ടീ-ഷർട്ട്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. അത് കയ്യിലിരിക്കുന്നത് വളരെ ഹാൻഡിയാണ്. കാരണം നിങ്ങൾക്ക് വീട്ടിലും ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അല്ലെ ഇപ്പൊ അടുത്ത് എന്തെങ്കിലും ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ പോണെങ്കിലും അതേ ഈ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ തന്നെ ഇറങ്ങി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഓവർ സൈസ്ഡ് ടീ-ഷർട്ട്സ് ദേ കം ഇൻ വെരി ഹാൻഡി. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടോ. ഒരലക്കൊക്കെ കഴിഞ്ഞ സാധനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത് ഷ്രിങ്ക് ആവുക,
കളർ ബ്ലീഡിങ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ദിസ് വൺസ് ഫ്രം ദ ബ്രാൻഡ് ലിയോട്യൂഡ്. നിങ്ങൾ ഓൾറെഡി എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോസിലൊക്കെ ഈ ബ്രാൻഡിനെ പറ്റി ഞാൻ സംസാരിച്ച് കേട്ടിട്ടുണ്ടാവും. 497 ബേസിക്കലി 500 രൂപയ്ക്കാണ് ഈ 2 ടീഷർട്ട്സ് ഞാൻ മേടിച്ചേക്കുന്നത്. ടോപ്പ് നോച്ച് ക്വാളിറ്റി, ഒന്നും പറയാനില്ല, അടിപൊളി ക്വാളിറ്റി ഉള്ള ഓവർ സൈസ് ടീഷർട്ട് ആണ്. അപ്പൊ ഈ ബ്രാൻഡിന് തന്നെ വേണം എന്നല്ല, സോ ബേസിക്കലി ഞാൻ മസ്റ്റ് ഹാവ്സ് ആണല്ലോ പറയുന്നത്. ഒരു ഓവർ സൈസ് ടീഷർട്ട് കയ്യിലിരിക്കുന്നത് ഇറ്റ്സ് വെരി ഹാൻഡി. അങ്ങനെ ഇന്നത്തെ സൂപ്പർ ലോങ് വീഡിയോ നിങ്ങളിത് കാണുമ്പോൾ കുറച്ച് ഷോർട്ട് ആയിരിക്കും, പക്ഷെ ഇത് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് രാവിലെയാണ്. അതിന്റെ ഇടയ്ക്ക് 2 തവണ കോളിംഗ് ബെൽ അടിച്ചു, പിന്നെ അങ്ങനെ പല പല ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പോയി. ഞാനിപ്പോ ഷൂട്ട് ചെയ്ത് തീരുമ്പോൾ ഉച്ചയാവാറായി, വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അധികം വൈകിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേയിങ് ട്യൂൺ ടിൽ ദി എൻഡ്. നിങ്ങൾക്ക് എന്റെ കൂടുതൽ ആമസോൺ ഹോൾസ് കാണണം എന്നുണ്ടെങ്കിൽ ചെക്ക് ദിസ് വൺ.